നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് ആണ്. അത് 3 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ 3 ടൈപ്പിലെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അത് ഒന്ന് നമ്മുടെ മുട്ട കൊണ്ടാണ്, ഒന്ന് ചോക്ലേറ്റ് വെച്ചിട്ടാണ്, ഒന്ന് വെജിറ്റബിളും എല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോതമ്പിൻ്റെ ബ്രെഡാണ്. അത് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഗോതമ്പിൽ ഇത് സൈഡ് കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതാദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പോവാണ്. ഈ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ശകലം ബട്ടർ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ബ്രെഡ് ഒന്ന് ചൂടാവട്ടെ. ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ രണ്ടാമത് ഇത് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലോട്ട് ആദ്യം ഞാൻ കുറച്ച് മയോണീസ് പുരട്ടി കൊടുക്കുകയാണ്. മയോണീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി വേറൊരു പീസ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തേച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് സ്ലൈസ് കട്ട് ചെയ്ത് ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പീസാക്കി. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുകയോ നിങ്ങൾക്ക് ഉരച്ചെടുക്കുകയോ ചെയ്യാം. എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലായിട്ട് നമുക്ക് കുറച്ച് പുതിനയുടെ ചട്നി വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇല്ല മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കപ്സിക്കം എല്ലാം കൂടെ കട്ട് ചെയ്തതാണ്. കുക്കുംബറുണ്ട്, കപ്സിക്കം ഉണ്ട്, കുറച്ചു പിന്നെ 2-3 പീസ് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് അധികം എരിയില്ലാത്തതാണ്. പിന്നെ ഞാൻ കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇച്ചിരി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ടേസ്റ്റ് നല്ലതായിരിക്കും. അങ്ങനെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ഇച്ചിരി മയോണീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് വേണേൽ ഒറ്റ പീസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് 2 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലും ഒരു പീസ് വരും. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് വീണ്ടും നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ആടിയിൽ ഏറെ ഇട്ടിട്ടുണ്ട്, അത് കാരണം കുറച്ച് ഇട്ടാൽ മതി. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുറച്ച് സവാള വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കപ്സിക്കം എല്ലാം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് തന്നെ വീണ്ടും കുറച്ച് മയോണീസ് തേച്ച് കൊടുക്കുകയാണ്. ഏറ്റവും മേളത്തതിനകത്ത് നിങ്ങൾക്ക് വേണേൽ ടൊമാറ്റോ സോസ് നമ്മൾ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. മയോണീസ് ചേർത്തതിന് ശേഷം നമുക്ക് ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിൽ മൊത്തത്തിൽ ചേർക്കാം. അതല്ല നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് മൊത്തം ഒരെണ്ണമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മണ്ടയ്ക്കോട്ടെ മയോണീസ് പുരട്ടിയ പീസ് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഒരു പീസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിലോട്ട് മാറ്റി വെക്കാം. ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അതിനകത്ത് ആദ്യം നമുക്ക് ഇച്ചിരി മയോണൈസ് തേച്ച് കൊടുക്കാം. ഞാൻ എല്ലാത്തിലും മയോണൈസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതിലൂടെ ബട്ടർ പുരട്ടിയാലും മതി. അതുപോലെ വേറൊരു പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് എടുത്തിട്ട് അത് ഞാനിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ പുരട്ടി വെക്കാമെങ്കിൽ ഇതിനുള്ളിലോട്ട് ഇത് കുറച്ച് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പുരട്ടി വെക്കുന്നത്. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് പച്ചമുളക് എരി കുറഞ്ഞ പച്ചമുളകാണ്, അത് കട്ട് ചെയ്ത് അത് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് കുക്കുംബറും കപ്സിക്കവും എല്ലാം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ കട്ട് ചെയ്തും അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈസായിട്ട് വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇച്ചിരി പുതിനയുടെ ചട്നി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ എല്ലാത്തിലും പുതിനയുടെ ചട്നി ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇത് വേണേൽ അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുകയാണ്. സ്ലൈസായിട്ടുള്ള ചീസ് വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ ടൊമാറ്റോൻ്റെ പീസ് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് മയോണൈസ് തേച്ച് കൊടുക്കുകയാണ്. ഇത് സൈഡ് നമ്മൾ മറ്റേ ഈ മൈദയുടെ ബ്രെഡ് വരുന്നുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് ആ സൈഡൊന്നെല്ലാം നല്ല നീറ്റായിട്ടിരിക്കും. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം പൊടിഞ്ഞു പോകും. കാരണം ഇത് ഗോതമ്പിൻ്റെ അല്ലേ, അത് കാരണമാണ് ഞാനിത് കട്ട് ചെയ്യാഞ്ഞത്. അതിനുശേഷം വീണ്ടും ഇതിലോട്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് ഇച്ചിരി ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് സവാള, ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കുക്കുംബറും ഞാൻ ഒരു സ്ലൈസായിട്ട് ഇച്ചിരി സവാളയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോൻ്റെ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. ഞാൻ ചെയ്ത കൂട്ട് ചെയ്തില്ലെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇപ്പം ഞാൻ മുട്ടയുടെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു മുട്ട വറുത്തത് കുരുമുളകും ഉപ്പും കൂടിയിട്ട് വറുത്ത മുട്ടയാണ്. അതിന് ശേഷം ഞാനിത് സെറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഞാൻ അടുത്തത് ഉണ്ടാക്കാം. ചോക്ലേറ്റിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നേ. ഇത് ഞാൻ എടുത്തു. അതിലോട്ട് ഞാൻ ആദ്യം മയോണൈസ് തേച്ച് കൊടുക്കുകയാണ്. ഞാൻ എല്ലാത്തിലും മയോണൈസ് ഉപയോഗിക്കുന്നുണ്ട്. ചോക്ലേറ്റിലും എല്ലാത്തിലും മയോണൈസ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മണ്ടയ്ക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേറെ ഞാനൊന്നും ചേർക്കുന്നില്ല. ചോക്ലേറ്റും മയോണൈസും മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇങ്ങനെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടെ വേറൊരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇത് മൂന്നും റെഡി ആയിട്ടുണ്ട്. ചൂടാക്കി എടുക്കുകയാണ്. ശകലം ബട്ടർ ഇതിൻ്റെ മണ്ടയ്ക്ക് തേച്ച് കൊടുക്കുകയാണ്. ചൂടാക്കിയതിന് ശേഷം നമുക്കിത് പിന്നെ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട് ഒരു വശം. നമുക്ക് അടുത്ത വശം ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇതൊക്കെ വേണം ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാൻ. ഞാനിത് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ചോക്ലേറ്റ് ഉള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന്. ഞാനിതൊന്ന് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കട്ട് ചെയ്തു. ഇതുപോലെ മൊത്തം കട്ട് ചെയ്തെടുക്കട്ടെ.
കണ്ടല്ലോ, ചോക്ലേറ്റിൻ്റെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ഇത് കണ്ടോ, 3 ലെയർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ചാണിത്, അതും കണ്ടോ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗാണ്, മുട്ട കൊണ്ടുണ്ടാക്കിയതാണ്. ഇതും 3 ലെയറായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ടാക്കുക.